ഞാൻ കേന്ദ്ര മന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്, നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കരാറുകാർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് നിതിൻ ഗഡ്കരിക്ക് കേന്ദ്രമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇല്ലെന്ന് ആരാ പറഞ്ഞത്? ജനങ്ങൾ ഏറ്റെടുത്ത സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ പ്രഭ കെടുത്താൻ വീണ് കിട്ടിയ വിള്ളലും പൊളിഞ്ഞതിന്റെ ജാള്യതയിലാണ് പ്രതിപക്ഷം. ദേശീയപാതയിലുണ്ടായത് സംസ്ഥാനത്തിന്റെ വീഴ്ചയാണെന്നാണ് പ്രതിപക്ഷം അന്നു മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ച പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരെ ദുരാരോപണങ്ങൾ നിർത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മനസ്സ് വരുന്നില്ല. പിഴവ് പറ്റിയത് കേന്ദ്രത്തിന് തന്നെയെന്ന് ലീഗ് ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചത്. പിഴവ് പറ്റിയതാർക്കെന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി.ജെ.പിക്ക് പണം നൽകിയ കമ്പനികൾക്ക് കരാർ നൽകിയ കേന്ദ്ര സർക്കാരിനെ പറയാതെ സംസ്ഥാന സർക്കാരിനെ മാത്രം പഴിക്കുന്നതിൻ്റെ ന്യായമെന്താണ്? സംസ്ഥാനത്തെ 3.5 കോടി ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നതെന്ന ഭരണപക്ഷത്തിന്റെ വാദം അരക്കെട്ടുറപ്പിക്കുകയാണ് വികസന വിരുദ്ധരെന്ന പദവി വിട്ടുകളയാൻ ഒരുക്കമില്ലാത്ത പ്രതിപക്ഷം. വന്ന വഴികളിലെല്ലാം വഴുതി വീണ പ്രതിപക്ഷത്ത് നിന്ന് കേരളം നല്ലതെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു.